അത്ഭുതം സംഭവിക്കാനുള്ള മാതാവിനോടുള്ള പ്രാർത്ഥന. ഞങ്ങളുടെ പാപങ്ങൾക്കായി തിരുരക്തമൊഴുക്കി ലോകത്തിന് പാപമോചനം നൽകിയ രക്ഷക നാഥ, അങ്ങയുടെ മുറിവേറ്റ ശരീരത്തിലെ രക്തത്തുള്ളികളുടെ മഹത്വം ഇന്നെൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ അങ്ങയുടെ അത്ഭുതങ്ങളായി മാറ്റണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശുവേ, അങ്ങേ തിരുമുറിവുകളിൽ നിന്നും ഒഴുകുന്ന ഈ രക്തത്തുള്ളികളുടെ മേന്മയാൽ ഞാൻ ഇന്ന് യാചിക്കുന്ന നിയോഗങ്ങളിൽ നിയോഗം പറയുക. അത്ഭുതം പ്രവർത്തിക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥന 7 ദിവസം 7 പ്രാവശ്യം വെച്ച് നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ചൊല്ലുക. ഉറപ്പായിട്ടും അത്ഭുതം സംഭവിക്കും. കാരണം ഈ പ്രാർത്ഥന ഞാൻ ഡെയിലി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ നമുക്ക് നേടാനുള്ള ഒരു ആഗ്രഹം, ഒരു അത്ഭുതം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലി മാതാവിനോട് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് തിരി കത്തിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും അത്ഭുതം സംഭവിച്ചിരിക്കും. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളൊക്കെ മാതാവ് എനിക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും ഞാൻ വീഡിയോ ആയിട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് റിയലായിട്ട് ഞാൻ മനസ്സിലാക്കി എനിക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലെനിക്ക് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും. നല്ല 100% ഞാൻ പറയുകയാണ്, നമ്മൾ മുട്ടിപ്പായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച എന്ത് കാര്യവും മാതാവ് നമുക്ക് സാധിച്ചു തരും. നമ്മളൊന്ന് തള്ളിക്കളയും. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുകയില്ല. ആ സമയത്ത് നമ്മൾ ഓർക്കും, എന്തുവാണ് മാതാവ് കേൾക്കുന്നില്ലേ എന്നൊക്കെ ഓർക്കും. പക്ഷെ അങ്ങനെയല്ല. ആ ഒരു കാര്യം അപ്പോൾ മാതാവ് തള്ളിക്കളഞ്ഞാലും പിന്നീട് അതിനേക്കാൾ നല്ലൊരു അത്ഭുതം അല്ലെങ്കിൽ നല്ലൊരു അനുഗ്രഹം മാതാവ് നമുക്ക് തരാൻ വേണ്ടിയാണ് ആ ഒരു പ്രാർത്ഥന മാതാവ് ചിലപ്പോൾ കേൾക്കാതെ വരുന്നത്. അതാണ്. അപ്പം നമ്മളത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കരുത് ഇങ്ങനെ, എന്തുകൊണ്ടാണ് മാതാവ് എന്നെ കേൾക്കാത്തത്, ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ, ശരിക്കും കേൾക്കുന്നുണ്ടോ, എന്താണ് എന്നെ ഇങ്ങനെ തളർത്തുന്നേ എന്നൊക്കെ ചിന്തിക്കും. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്തയാണ്. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ മാതാവിനെ സംശയിക്കാതെ ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടിയുള്ളത് മാതാവിൻ്റെ കയ്യിലുണ്ട്. അത് മാതാവ് നമുക്ക് നല്ലതേ വരുത്തുള്ളൂ. അപ്പം മാതാവ് നമുക്ക് നല്ലത് തരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം മാതാവിനോട് വിശ്വാസമില്ലാതെ, അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന ഒരാൾ, ആ മാതാവിനോട് പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന ആൾ പോലും ഒരാപത്ത് ഘട്ടം വന്നാൽ ഉറപ്പായിട്ടും മാതാവേ എന്ന് വിളിക്കും. അങ്ങനെ അവർ മാതാവേ എന്ന് വിളിച്ചാൽ ഒരിക്കലും മാതാവ് കേൾക്കാതിരിക്കുകയില്ല. അവരെ രക്ഷിക്കുകയുള്ളൂ. എന്ത് ആപത്ത് ഘട്ടമാണോ, എന്ത് വിഷമഘട്ടമാണോ അതിൽ നിന്നൊക്കെ കരകയറ്റുള്ളൂ മാതാവ്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊന്ന് മാതാവേ എന്നൊന്ന് വിളിച്ചാൽ മാതാവ് കേൾക്കും. നമ്മൾ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതൊക്കെ മാതാവ് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഓരോ നിയോഗങ്ങളും മാതാവ് കേൾക്കുന്നുണ്ട്. എല്ലാ നിയോഗങ്ങളും കേട്ട് എല്ലാവരുടെയും കണ്ണീരും എല്ലാം മാതാവ് കാണുന്നുണ്ട്. അതിനൊക്കെ ഉള്ള ഫലം മാതാവ് തരുകയും ചെയ്യും. നമ്മളതിന് കാത്തിരിക്കണം. എല്ലാം ഉടനെ അങ്ങ് കിട്ടുമെന്നല്ല. നമ്മൾ പ്രാർത്ഥിക്കുക, ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, കണ്ണീരൊഴിച്ച് പ്രാർത്ഥിക്കുക. മാതാവ് അത്ഭുതം തന്നിരിക്കും. മാതാവിനല്ലാതെ വേറെ ആർക്കാണ് നമ്മളെ സഹായിക്കാൻ പറ്റുന്നത്? ഒരു മനുഷ്യർക്കും അല്ല, മാതാവിനെ പറ്റുള്ളൂ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വചനമാണ്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതാണ് ഇതിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്. അതാണ് നമ്മളെ കൊണ്ട്, ഇപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അത് ദൈവത്തിന് സാധ്യമാണ്. മാതാവിന് പറ്റും അത് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത്. ഞാൻ വേറെ ആരുടെയും കണ്ടിട്ടോ വേറെ ആരെയും നോക്കിയിട്ടോ അല്ല പറയുന്നത്. എൻ്റെ അനുഭവവും എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങളും അതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ആരെയും നോക്കേണ്ട ആവശ്യവും ഇല്ല. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമഘട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾക്ക് നടക്കണം, ഒരു അത്ഭുതം നടക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രാർത്ഥന 7 ദിവസം 7 പ്രാവശ്യം വെച്ചൊന്ന് ചൊല്ലി നോക്ക്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത്ഭുതം കിട്ടിയിരിക്കുമെന്ന് ഞാൻ പറയുന്നു. ഉറപ്പായിട്ടും നിങ്ങളുടെ അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും വീഡിയോയുടെ അടിയിൽ ഒരു കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ അത്ഭുതം നടന്നു എന്നെങ്കിൽ നടക്കും. പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നടന്നിരിക്കും. എനിക്ക് നടന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, പ്രാർത്ഥിച്ച് മനസ്സുരുകി വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നടന്നിരിക്കും.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാം. കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത്, ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചിലർക്കെങ്കിലും അറിയില്ലായിരിക്കും. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എന്നൊക്കെ ഉള്ളത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. കാരണം അതെല്ലാം ഇതിൻ്റെ കൂടെ ലെന്ത് കൂടും. അപ്പോൾ ഇതിപ്പോൾ പ്രാർത്ഥനയാണ് നമുക്ക് മെയിൻ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാന്നേ. ഒന്നിച്ച് പ്രാർത്ഥിച്ച് നമുക്കൊന്നിച്ച് അനുഗ്രഹം വാങ്ങിക്കാം. മാതാവിനോട് നമ്മൾ ചോദിച്ച് വാങ്ങണം. മാതാവിന് നമ്മൾ എന്താണ് നമ്മുടെ അപ്പനോടും അമ്മയോടും നമ്മൾ ചോദിച്ചു വാങ്ങിയല്ലേ? എന്ത് കാര്യമാണ് വാശി പിടിച്ച് നമ്മൾ ചോദിച്ചു വാങ്ങിയല്ലേ? അതെനിക്ക് വേണം, അതെനിക്ക് തരണം, അങ്ങനെ പറയല്ലേ? ആ ഒരു രീതി നമ്മൾ മാതാവിൻ്റെ അടുത്ത് എടുക്കണമെന്നേ. മാതാവിനോട് നമ്മൾ വാശി പിടിച്ച് മാതാവ് എനിക്ക് തരണം കേട്ടോ എന്ന് പറയണം. അമ്മ അതായത് എനിക്ക് ആരാ തരണേ എന്ന് പറയും. മാതാവ് തന്നിരിക്കും.